മോർണിംഗ്. മോർണിംഗ്. മോർണിംഗ് വാക്കുണ്ടല്ലേ? എന്നെ പോലെ വളരെ നല്ലതാ. അത് ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു അസുഖവും വരില്ല. പക്ഷേ 8:09 വരെ ഉറങ്ങുന്നവർക്ക് പറ്റിയതല്ല. രാമകൃഷ്ണൻ 9 മണിക്കായിരിക്ക. ദാസ് എന്ന് നേരത്തെ എണീക്കോ? ആ, മിക്ക ദിവസവും. മിസ്സസോ? അവളും നേരത്തെ എണീക്കും. ആഹാ, നിർമ്മലിനോട് കണ്ടു പഠിക്കാൻ പറയണം. ശ്രീദേവി പിന്നെ ഏത് തണുപ്പുള്ള സ്ഥലത്തായാലും 5:05 എണീക്കും. ഞാൻ ഇന്നലെ പേര് ചോദിച്ചില്ല. മിസ്സസിന്റെ ജയശ്രീ. അസുഖമൊന്നുമില്ലല്ലോ? തലവേദന മാറിയില്ലേ? മാറി. ഷീസ് ഓൾ റൈറ്റ്. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കം അലോങ്. ലെറ്റ്സ് മേക്ക് എ മൂവ്. ഞാൻ ഇവിടുത്തെ സ്ഥലം വിൽക്കണമെന്ന് സംശയിക്കുക. ഇവൾക്ക് ഇഷ്ടമല്ല, ശ്രീദേവിക്കും ഇഷ്ടമല്ല. ആളും ബഹളവും ഇല്ലാതെ 4 ദിവസം ഇരിക്കണം ഇച്ചാ, ഇതേ ഉള്ളൂ. 28 കുടിയിരിപ്പവർക്ക് വീതിച്ചപ്പോ നാട്ടിലൊന്നുമില്ല. ദാസിന്റെ ഫാദറാണ് ഇവിടെ ആദ്യമായിട്ട് സ്ഥലം വാങ്ങിയത്. ഇവിടെ സ്ഥലം വാങ്ങുന്നത് വിഡ്ഢിത്തമാണെന്നേ എല്ലാരും പറയൂ. ഏതായാലും മൂപ്പയുടെ നിർബന്ധം കൊണ്ട് ഞാനും കുറച്ച് സ്ഥലം വാങ്ങിച്ചു. കൊടുത്ത വില പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. വെറും 5000 റുപ്യ. അന്നത്തെ 5000 ഇപ്പോ അതാ രാമകൃഷ്ണന്റെ നിർമ്മലയ്ക്കും അറിയാം. ഞാൻ ഈ വഴിക്കാം. ഞങ്ങളും ആ വഴിക്കാകാം. ഒരു 3 കിലോമീറ്റർ നടന്നെങ്കിലേ നടന്നു എന്ന് പറയാനാവൂ. ലോ കോളേജ് കംപ്ലീറ്റ് ചെയ്തില്ല അല്ലേ? ഇന്ന് ആരോ പറഞ്ഞു. ഇല്ല. നമ്മള് വലിയ കോണ്ടാക്ട് ഇല്ലെങ്കിലും ഒക്കെ അറിയുന്നുണ്ട്. കല്യാണം പക്ഷെ അറിഞ്ഞില്ല. ജയശ്രീയുടെ വീട് എവിടെയാ? എറണാകുളം ആ ഭാഗത്ത്. അവിടൊക്കെ ഞങ്ങൾക്കും ബന്ധുക്കളുണ്ട്. വീട്ടുപേര് പറഞ്ഞാൽ ചിലപ്പോ അറിയും. അത്ര അറിയുന്ന വീടൊന്നുമല്ല. ഞാൻ വളരെ വളരെ സാധാരണക്കാരവരല്ല. പണം ഉണ്ടായിട്ടെന്താ? മനസ്സമാധാനമാണ് വേണ്ടത്. അധികം കണക്കൂട്ടുന്നവർക്കാ അബദ്ധം പറ്റുക. അല്ലേ ചിന്തും? ഇടയ്ക്കിടയ്ക്ക് മദ്രാസിൽ പോവാറുണ്ടോ? ചിലപ്പോഴൊക്കെ. അപ്പോ വിജയശങ്കറിനെ അറിയുന്നുണ്ടാവും. സെക്കൻഡ് ഡോട്ടർ ശ്രീദേവിയുടെ ഹസ്ബൻഡ്. അയാൾക്ക് അവിടെ ഫാക്ടറിയോ ബിസിനസ്സോ ഒക്കെ ഉണ്ട്. എന്റെ ഒരു കസിന്റെ മകൻ തന്നെയാ. ഞാൻ അറിയില്ല, കണ്ടിട്ടില്ല. ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ചതാ. വലിയ ഡിഗ്രി ഒക്കെയാ. അവളുടെ തലയിലെടുത്ത് ഇങ്ങനെ ആയിപ്പോയി. ആൾക്ക് എന്ത് പറ്റി? മാരേജ് ഒരു ഫെയിലിയറായി. തെറ്റിപ്പിരിഞ്ഞ് അവൾ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോ ആളുകൾ കുശൂഷിക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ ഭയങ്കര നെർവസ്. അവൾക്കൊരു ചേഞ്ച് ആവട്ടെ എന്ന് വെച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. വീട്ടിൽ വരുമ്പോ ഞാനിത് സ്വകാര്യത്തിൽ പറയണമെന്ന് വിചാരിച്ചതാ. മിസ്സസിനോട് ഒന്ന് ഹിന്ദി ചെയ്താ മതി. അബദ്ധത്തിൽ ഭർത്താവിനെ പറ്റി ഒന്നും ചോദിക്കണ്ടെന്ന് മാത്രം. ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെയൊന്നും പറ്റിയിട്ടല്ല. കല്യാണം കഴിച്ചവരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താക്കന്മാരെ പറ്റി ചോദിക്കുമല്ലോ. ആ ഭാഗ്യയെ തൊടണ്ട. എന്നാ ഞങ്ങൾ വരട്ടെ. രാത്രി കാണാം. 8:00 വരെയല്ലേ? വരാം. ശരി, വരെ ചിഹ്നം. இந்த காலத்து ஷாம்பு எல்லாம் தலைக்கு நல்லதில்ல. சீயக்காய் தேய்ச்சி குளிக்கணும். குளிக்கும் போது மஞ்ச பூசினா மூஞ்சி பளபளன்னு ஜொலிக்கும். எங்க கிளம்பிட்ட? வளர்ந்த பசங்க இருந்து அப்பனுக்கு என்ன பிரயோஜனம்? அவரு காலையில இந்த குளிர்ல கிழங்கு தோட்டத்துக்கு போயிருக்காரு. இவன் என்னடான்னா மத்தியானம் வரை தூங்குறான். Hi. Hi. Nice day. Yes, nice day. Hello? Yeah. Coming for a ride? No, thank you. Thank you for the courtesy.
ഹലോ, ഹൗ ആർ യു? ഫൈൻ. മണ്ണിടിക്കുന്നത് സൂക്ഷിക്കണം, വളരെ വക്കിൽ നിൽക്കണ്ട. ഓ, ബോർഡ് കണ്ടു. ആരൊക്കെയോ ഇവിടുന്ന് വീണ് മരിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്. ലേറ്റസ്റ്റ് ഒരു ബസ് ഉടമസ്ഥന്റെ മകൾ കഴിഞ്ഞു കൊല്ലം. സില്ലികൾ. ഇത്രയും സുന്ദരമായ സ്ഥലങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ആരും തെരഞ്ഞെടുക്കരുത്. ഞാൻ പോയ ഹിൽ സ്റ്റേഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു നല്ല സ്പോട്ട് ഉണ്ടാവും, ലവേഴ്സ് മീറ്റ്. മിക്കവാറും അവിടെ തന്നെയാവും ആളുകൾ ആത്മഹത്യക്ക് തിരഞ്ഞെടുക്കുന്നത്. റെയിൽ പാളം, സ്ലീപ്പിംഗ് പിൽസ്, റേസർ ബ്ലേഡ് ഇതൊക്കെ ഉള്ളപ്പോൾ പ്രകൃതിയോട് ക്രൂരത കാണിക്കുന്നത് കഷ്ടമാണ്. തനിച്ചേ ഉള്ളൂ? അതെ. മിസ്സസ്? വീട്ടുകാരെ നോക്കുന്നു. എനിക്ക് കുറച്ച് നടക്കണം. ഇവിടെ വരുമ്പോ അതൊരു രസമാണ്. എവിടെയായാലും ഗ്രഹഭരണം തന്നെയാണ് രസം എന്ന് തോന്നുന്നുണ്ടോ മിസ്സസിന്? അതും രസം തന്നെയാണ്. ഇന്നലെ ഞങ്ങളെ കൊണ്ട് ബോറായല്ലേ രണ്ടാൾക്കും? ഏയ്, അങ്ങനൊന്നുമില്ല. പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ. ആ പയ്യൻ പറഞ്ഞപ്പോ അച്ഛൻ അപ്പ തന്നെ കയറണം. ആളുകളുടെ പ്രൈവസിയെ പറ്റി അവർക്കൊന്നും ഒരു ധാരണയില്ല. ഒരു ചൂടുള്ള ചായ കുടിക്കാന്ന് മുത്തശ്ശൻ. ഓ, ആ പുസ്തകത്തിന്റെ കാര്യം രാവിലെ ഓർമ്മിപ്പിച്ചു. പാവം. ഓ, വായിച്ചോളാം. എന്താ ടൈറ്റിൽ പറഞ്ഞത്? സന്മാർഗബോധം. 50 കൊല്ലം മുമ്പുള്ള നിയമങ്ങളാണ് കേട്ടോ. ഞാനത് വായിക്കുന്നത് ആരെങ്കിലും ഒരു സ്കെച്ച് വരയ്ക്കണം. ഒരു നല്ല കാർട്ടൂൺ ആവും എന്റെ കൂട്ടുകാർക്കിടയിലെങ്കിലും. ഞാൻ കയ്യിൽ വലിയ അക്ഷരത്തിൽ സന്മാർഗബോധം. അത്ര അപകടമാണോ മാർഗം? കണ്ടിട്ട് തോന്നിയില്ല മിസ്റ്റർ ദാസ്. വെറും ദാസ് മതി, അല്ലെങ്കിൽ കൃഷ്ണദാസ്. അങ്ങനെ ആരും വിളിക്കാറില്ല. അതോ ചിങ്കനോ? ഓ മൈ ഗോഡ്, അതെങ്ങനെ അറിയും? ചിങ്കൻ. എനിക്ക് അങ്ങനെ ഒരു ഓമന പേരുണ്ടായിരുന്നത് ഞാൻ അന്നേ മറന്നു. അച്ഛനും അമ്മയും മാത്രമേ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. ഇപ്പൊ കേട്ടാ എനിക്ക് തന്നെ നാണം തോന്നുന്നു. ചിങ്കൻ ആര് പറഞ്ഞു തന്നു? കേട്ടോരോർമ്മ. വിചിത്രമായ പേരായതുകൊണ്ട് ഓർമ്മയിൽ എവിടെയോ മറന്നുപോകാതെ നിന്നു. ആ, ഞങ്ങൾ ഡൽഹിയിലെ വീട്ടില് വന്നു നിന്ന് ഓർമ്മയുണ്ടോ? ശ്രീദേവിയുടെ അച്ഛൻ പറഞ്ഞപ്പോ ഓർമ്മിച്ചു നോക്കി. സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. ഞാനൊരു പ്രത്യേക ടൈപ്പാണ്. പലതും 2 വയസ്സിലെ സംഭവങ്ങൾ കൂടി ഓർമ്മിക്കും. താജ്മഹൽ കണ്ടതും ഡൽഹിയിൽ വന്ന് താമസിച്ചതും ഓർമ്മയുണ്ട്. അപ്പോ എനിക്ക് 4 വയസ്സുണ്ടാവും. ഓ, ഒരു പോണി റൈഡ് ഓർമ്മയുണ്ട്. അത് നിങ്ങളുടെ വീട്ടിന് അടുത്തുള്ള ഒരു പാർക്കിൽ. ആ പാർക്ക്, അത് നല്ല ഓർമ്മയുണ്ട്. മറ്റൊന്നും ഓർമ്മയില്ല. അച്ഛന്റെ കനത്ത ശബ്ദത്തിൽ യു ഷുഡ് നെവർ ഡു ദാറ്റ്, നെവർ ഡു ദിസ്. കുറേ ശാസനകൾ, അത് മറക്കില്ല. ഒരു തൊപ്പിക്കാരൻ ട്യൂഷൻ മാഷുണ്ടായിരുന്നില്ലേ? ഓ പിന്നെ, പണ്ഡിറ്റ്ജി. അയാളെ മറക്കില്ല ഞാൻ. അയാളെ ഓർമ്മയുണ്ടോ? ആ, ചേട്ടൻ പഠിക്കുന്നിടത്ത് ചെന്ന് ശല്യപ്പെടുത്തരുതെന്ന് അമ്മ വിലക്കിയിരുന്നു. അപ്പോ ഞാൻ ഒളിഞ്ഞു നിന്ന് നോക്കിയിരുന്നു. കറുത്ത തൊപ്പിയിൽ ഇത്തിരി കസവ് വരാം അല്ലേ? കസവകര, അത് വേറെ ട്യൂഷൻ മാഷല്ലേ? എന്തോ രാവിലെയും വൈകുന്നേരവും ഒരുപാട് ട്യൂഷൻ മാഷന്മാര്. പാവച്ചൻ. എന്നിട്ടും സത്യം പറയട്ടെ, ഞാൻ നന്നായില്ല. വിനയം ആവശ്യത്തിന് മതി. വിനയല്ല, അച്ഛൻ വിചാരിച്ച ഒന്നും ആയില്ല. പാവം ചിങ്കന്റെ ദുഃഖം. ഇഷ്ടായില്ലേ? ആ പേര് ഇഷ്ടല്ലേ? എനിക്ക് ഭയങ്കര വെറുപ്പാണ്. എന്റെ ടേസ്റ്റുകളൊക്കെ വളരെ വിചിത്രമാണ്. എനിക്കിഷ്ടായി ആ പേര്. നേരം ഇവിടെ വന്നേല് പിന്നെ ഞാൻ വാച്ചിൽ നോക്കിയിട്ടില്ല. ഈ ചെടി എന്താണെന്നറിയോ? 12 കൊല്ലം കൂടുമ്പോഴേ പൂക്കൂ. നീലക്കുറിഞ്ഞ്. കുറിഞ്ഞിപ്പൂക്കളെ പറ്റി തമിഴ് ക്ലാസിക്കുകളിലൊക്കെ ഉണ്ട്. പൂത്തു കഴിഞ്ഞാൽ ചെടി നശിക്കും. ഈ പ്രദേശം മുഴുവൻ പൂക്കളുണ്ടാവും. മുമ്പ് ഏതോ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട്. ശരിയാണ്. അന്ന് ഞാൻ ലോക്കോളയില്ല, ഇവിടെ വന്നിട്ടില്ല. മിസ്സസ് വളരെ സൈലന്റ് ആണല്ലേ? അങ്ങനൊന്നുമില്ല. ഷീ ഈസ് വെരി നൈസ്, സിമ്പിൾ. ഞാൻ വരട്ടെ.